ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ഫോമിലുള്ള ഒരു ബോഹോ പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഔട്ട്ലൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സെൻറ്ററിൽ മാത്രം ചെറുതായിട്ട് വരുന്നൊരു പെയിൻറ്റിങ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സെൻറ്ററിൽ, ഓൾമോസ്റ്റ് സെൻറ്ററിൽ ഞാനൊരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ലൈൻ എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിൽ ഈ ലൈനിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗത്ത് ഒരു ഏകദേശം ഒരു മിഡൊന്നുമല്ല കേട്ടോ, മോൾ ഭാഗത്താണ്. അവിടെ ഞാൻ ഒരു ഏകദേശം 2 സെൻറ്റിമീറ്റർ, എക്സാക്ട്ലി 2 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഞാൻ ഇവിടെ വെച്ചിട്ട്, അതായത് ഈ 2 സെൻറ്റിമീറ്റർ സർക്കിളിൻ്റെ തൊട്ട് താഴെ ഒരു 2.5 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ മാത്രം വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ കേട്ടോ. ഹാഫ് സർക്കിൾ കുറച്ച് കയറ്റി വരെ വരച്ചോളൂ, ഇത്ര വരെ വരയ്ക്കും. കാരണം ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2.5 സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ അതിനെ വീണ്ടും കൂട്ടി ഒരു 3 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ രണ്ടാമത്തെ സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ, ഫുൾ സർക്കിൾ അല്ല, ഇതുവരെ ഉള്ളൊരു സർക്കിൾ. നെക്സ്റ്റ് 3.5 എടുത്തു, 3.5ൻ്റെ ഒരു സർക്കിൾ വരച്ചു. ഇതാണ് സ്റ്റെപ്പ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. ഒരു ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഇത് 2 സെൻറ്റിമീറ്റർ റേഡിയസ്, ഇത് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ്, 3 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ. അങ്ങനെ ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഔട്ട്ലൈൻ സ്കെൽട്ടൺ വരച്ചു വെച്ചു. ഇനി ഞാൻ വീണ്ടും സ്കെയിലെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടോ, ഇതാ ഈ സർക്കിൾ എവിടെയാണോ എൻഡ് ചെയ്തിരിക്കുന്നത് ആ എൻഡ് ചെയ്ത പോർഷനിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ഒരു ബോക്സിനകത്ത് ഈ സർക്കിൾ ഇരിക്കുന്ന പോലെ കിട്ടും. ഇനി വീണ്ടും അടുത്തതിനും ഞാൻ അതുപോലെ തന്നെ ഒരു ലൈൻ കൊടുത്തു. ദിസ് തിങ് വിൽ അഗൈൻ ബി ഓൺ എ ബോക്സ്. ഇതന്നെ ഞാൻ തവണയും റിപ്പീറ്റ് ചെയ്യും. സോ നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഇനി ഇതിൽ നമ്മൾ കളേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പോകുന്നു. ഇനി ഈ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇതൊരു സിയാൻ ഷെയ്ഡാണ് നമ്മുടെ ഡോംസിൻ്റെ കളേഴ്സിൽ വരുന്നത്, ബ്രഷ് പെയിൻസിൽ. അപ്പോൾ അത് ഞാൻ ഏറ്റവും താഴത്തെ തട്ടിൽ കൊടുക്കുക. നമ്മൾ ഈ ഒരു ലെയറിൽ ഈ ഒരു ഗ്രീൻ കൊടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് ഗ്രീനാണ്. നമ്മൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, ആ കളർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ട് മുകളിലെത്തി green coat. And next I'm going to give orange.
അടുത്ത ലെയറിൽ ഓറഞ്ച്. ഇനി നമ്മുടെ ഏറ്റവും മുകളിലത്തെ സർക്കിളാണ്. അത് മുകളിലത്തെ സർക്കിളിൽ what we're going to do is ഒരു റെഡ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് സ്കെച്ച് വെച്ചിട്ട്. കാരണം അതിൻ്റെ ആ സർക്കിൾ ഡിഫൈൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ റെഡ് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കണ്ടംപററി ലുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിന് വന്നില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അഡീഷണൽ ഈ ഒരു സാധനം, പിന്നെ നമ്മുടെ ഈ ലൈന് നമ്മൾ വരച്ചത്, ഇതെല്ലാം നമ്മളൊന്ന് റബ് ഓഫ് ചെയ്ത് കളയണം. ഇത് പോകാൻ സാധ്യത കുറവാണ്, ബിക്കോസ് നമ്മളതിൻ്റെ മുകളിൽ കൂടെ സ്കെച്ച് പെന്ന് വെച്ച് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരിക. ഇനി നമ്മളിതിൽ സിമ്പിളായിട്ടുള്ള വർക്കാണ് കൊടുക്കുന്നത്. സോ ടേക്കിംഗ് മൈ മാർക്കർ, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. സിമ്പിൾ ഇങ്ങനെ ഒരു ലൈൻ, അതായത് ഈ ഒരു ഓഷ്യൻ കളറിന് ഗ്രീനിൻ്റെ സൈഡിലേക്ക് പോകുന്നത് പോലെ, ഇനി ഗ്രീനിൻ്റെ സൈഡിൽ നിന്ന് ഓറഞ്ചിൻ്റെ സൈഡിലേക്ക്, ഓറഞ്ചിൻ്റെ മുകളിലൂടെ പോകുന്ന രീതിയിൽ ഓറഞ്ചിൽ നിന്ന് ഇതിങ്ങനെ റെഡിൻ്റെ സൈഡിൽ, ഇങ്ങനെ 3 ലൈൻസാണ് നമുക്ക് വരേണ്ടത്. ഈ ലൈൻസ് കുറച്ചുകൂടി ഡാർക്കൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാനായിട്ട് അങ്ങനെ ഈ 3 ലൈൻസ്, ഇങ്ങനെ 3 ജസ്റ്റ് ഒരു കർവ്ഡ് ലൈൻസ് പോലെ നമ്മൾ ബേസിക്കായിട്ടുള്ള നമ്മുടെ ലീഫില്ലേ, നമ്മളെപ്പോഴും വരയ്ക്കുന്ന 2 ടൈപ്പ് ലീഫ്, അത് എല്ലാം ഓരോ സൈഡിലാണ്. ഒന്നിച്ച് വരുന്നാൽ ഒരു സൈഡിൽ അനദർ സൈഡിൽ ഇത് ഒരെണ്ണം വരും. ഇങ്ങനെ നമുക്ക് ഇതിന് ഫില്ലും ചെയ്ത് കൊടുക്കും. സിമ്പിളാണ്. ഇനി എന്ത് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം, ഇവിടെ സെൻറ്ററിലെ ലൈനൊന്ന്. ഇനി നമുക്കിത് ഈ മുകളിലത്തെ ഇത് നോക്കാം, അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. സെയിം ഞാൻ ഈ ഒരു ലീഫ് വരച്ചു. അതിൻ്റെ ഇനി നെക്സ്റ്റ് ഈ ഒരു കോർണറിലുള്ളതാണ്.
ഉണ്ട് സിമ്പിളായിട്ടുള്ള 3 ഇത്രേ ഉള്ളൂ പെയിൻറ്റിങ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് കണ്ടംപററി, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഇത് മാത്രം ഒരു സെൻറ്റർ ഫോക്കൽ പോയിന്റിന് മാത്രമായിട്ട് കൊടുക്കുന്ന പെയിൻറ്റിങ്സിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ ലുക്ക് ദൂരം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ക്യാൻവാസ് ആയിരിക്കും. ആ ക്യാൻവാസിൽ നമ്മൾ ഇത് മാത്രം വരച്ചിട്ട് ഒരു വാളിൻ്റെയൊക്കെ സെൻറ്ററിൽ മാത്രം വെക്കുന്ന ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ് ചെയ്യുക.